മക്കബായരുടെ പുസ്തകം 3-ാം അധ്യായം. യൂദാസ് മക്കബിയൂസ്. മത്തിയാസിൻ്റെ പുത്രൻ മക്കബിയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരൻ്റെയും പിതാവിൻ്റെ പക്ഷം ചേർന്നവൻ്റെയും അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി. അവൻ സ്വജനത്തിൻ്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ കവചം ധരിച്ച് ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ അധർമ്മികളെ അവൻ തെരഞ്ഞു പിടിച്ചു. ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറി ദുർപ്രവൃത്തികൾ സംപ്രീതനായി. അവൻ്റെ കീഴിൽ വിമോചനത്തിൻ്റെ മാർഗം തെളിഞ്ഞു. പല നേതാക്കന്മാരുടെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവൻ്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവൻ്റെ സ്മരണ എന്നേക്കും അനുഗ്രഹീതമായി. യൂദായിലെ നഗരത്തിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധമോ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിന് ക്രോധം അകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുപോയിരുന്നവരെ അവർ ഒരുമിച്ചുകൂടി. യൂദാസിൻ്റെ അന്ത്യവിജയം. അപ്പൊളോണിയസ് വിജാതിയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ചു വധിച്ചു. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പൊളോണിയസിൻ്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസമ്പന്നരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിൻ്റെ അധിപനായ സൈറോൻ പറഞ്ഞു, ഞാൻ രാജ്യത്തിൻ്റെ പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനെയും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവ നിഷേധികളുടെ ഒരു വലിയ സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബത്ത്ഹോണിൽ ചുരത്തിനെടുത്തിയപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടി അവനെ എതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്രയും മഹത്വവും ശക്തവുമായ ഒരു സൈന്യത്തെക്കാൾ എണ്ണത്തിൽ വളരെ കുറവ് മാത്രമുള്ള നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമായ സൈന്യത്തെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ള ചെയ്യാനുമായി അധർമ്മികളായ അവൻ അഹങ്കാരപൂർവ്വം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനെയും നിയമത്തിനു വേണ്ടിയാണ്. കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ഇത് കേട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സൈറോണും സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബത്ത്ഹോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു. ശത്രുക്കൾ 800 പേർ കൊന്നു. ശേഷിച്ചവർ ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ യൂദാസിനെയും സഹോദരനെയും കുറിച്ച് ഉള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി. അവൻ്റെ കീർത്തി രാജ്യസന്നിധിയിലെത്തി. യൂദാസിൻ്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി. അന്ത്യോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു. വിവരണങ്ങൾ അന്ത്യോക്കസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെ ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുശക്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേവകർക്ക് 1 വർഷത്തെ ശമ്പളം നൽകുകയും അത് ഏത് പ്രതിസന്ധിയിലും നേരിടുന്നതിന് തയ്യാറായിരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസമെന്നിയ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതന കാലം മുതലേ നിലനിൽക്കുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞത് മൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിൻ്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ഇതിനായി സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരേക്കാൾ ഉദാരമായി താൻ നൽകാനുള്ള ദാനങ്ങൾക്കും
സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരണം ഉണ്ടായിരിക്കുകയില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയ്ക്കയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കുവാൻ തീരുമാനിച്ചു. പ്രഗത്ഭരും രാജവംശജനുമായ ലിസിയാസിനെ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് വരെ ദേശത്തോടെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങി വരുന്നതുവരെ അവൻ്റെ മകൻ അന്ത്യോക്കസിനെ സംരക്ഷിക്കാനും ലിസിയോക്കോസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകി. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളെ സംബന്ധിച്ച് നിർദ്ദേശം ഇതായിരുന്നു: സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചിരിക്കുന്നവരെ നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിജാതിരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 107 വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശത്തിലൂടെ അവൻ മുന്നേറി. ഗോർജിയാസും നിക്കോണാവും രാജാവിൻ്റെ സ്നേഹിതന്മാരുടെ ശക്തന്മാരായ മോറിയാസിൻ്റെ പുത്രൻ ടോളമി, നിക്കോണോർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കുവാൻ 10,000 പേരുടെ കാലാൾപ്പടയും 7,000 പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ട് അയച്ചു. അവർ സൈന്യം മുഴുവനോടുകൂടി പുറപ്പെട്ടു. എമ്മാവൂസിന് സമീപത്തുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടെന്ന് കേട്ട് ഇസ്രായേലിൻ്റെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു. സിറിയയിലും ഫിലിസ്ത്യരുടെ നാട്ടിൽ നിന്നുള്ള സൈന്യവും അവരോടുകൂടെ ചേർന്നു. ആപത്ത് വർദ്ധിക്കുന്നതായിട്ടും ശത്രുസൈന്യം രാജ്യത്തെ പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനകളെക്കുറിച്ച് അവൻ കേട്ടു. അവൻ പരസ്പരം പറഞ്ഞു: നമ്മുടെ ദേശത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം. ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകുവാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു. ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടന്നു. അവളുടെ മക്കളിൽ അകത്തും കടക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. വിജാതിയർ കോട്ട കൈവശമാക്കിയിരിക്കുന്നു. വിജാതിയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിസ്സന്തോഷം പോയി മറഞ്ഞു. കുഴലും വീണയും നിശബ്ദമായി. മിസ്പായുടെ സമ്മേളനം. അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെ മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി കാര്യങ്ങളറിയാൻ വിജാതിയർ ദൈവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നുവോ അതുപോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയത് യാസീൻകാരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾ എന്തു ചെയ്യും? അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അവമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കുവാൻ വിജാതിയർ ഒരുമിച്ചായിരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളമൂതി വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ ഉപയോഗിച്ച് 1000, 100, 50, 10 എങ്ങനെ നേർപ്പിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു. വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നവരോ ഭീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവർ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിലെ തെക്ക് ഭാഗത്ത് എത്തി പാളയമടിച്ചു. യൂദാസ് പറഞ്ഞു: അരമുറിക്ക് ധീരമായി നിൽക്കുവിൻ. നാമും നമ്മുടെ വിശുദ്ധ സ്ഥലവും നശിപ്പിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്ന വിജാതിയരോട് യുദ്ധം ചെയ്യുവാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. നമ്മുടെ ജനത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ദുസ്ഥിതിക്ക് കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുന്നതാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ.
ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.